ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് നല്ലൊരു തിരുവനന്തപുരം സ്റ്റൈൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രം സ്റ്റൈൽ കൊയ്യാള മീൻ കറിയാണ് കേട്ടോ. അപ്പം ഇത് കൊയ്യാള എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. അപ്പം ഞാൻ ദാ ഇവിടെ അത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു 5 കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ദാ ഇവിടെ അതിൻ്റെ ആ പൂവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം സൈഡ് കത്രിക വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്തിരി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മീനാണ് കേട്ടോ ഇത്. ബാക്കി എല്ലാ മീനും അത്യാവശ്യം നല്ലൊരു മത്സരത്തിലൂടെ മാത്രമേ അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇത്തിരി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മീനാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ആ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ആ തലയുടെ സൈഡിലുള്ള ആ പൂവൊക്കെ നമുക്ക് എടുത്തങ്ങ് കളയാം കേട്ടോ. കളഞ്ഞതിന് ശേഷം നമുക്ക് കത്രിക വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെ അതേപോലെ ബാക്കിയുള്ളതെല്ലാം കൂടെ നമുക്ക് അതേപോലെ അങ്ങ് വൃത്തിയാക്കി എടുക്കാമേ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മീനാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കൊരു 5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ കത്രിക വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്താണ് പിച്ചാത്തി വെച്ചൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ എല്ലാ മീനും കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പേരിന് മാത്രം മതിയേ മഞ്ഞൾപ്പൊടി, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികളുടെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മീനെല്ലാം ചെയ്യുന്നത് അടുപ്പിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ വിറകടുപ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം നല്ലോണം അങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടുകൊണ്ട് ഇതേപോലെ നമുക്കങ്ങ് വറുത്തെടുത്ത് ചെയ്യാം കേട്ടോ. അപ്പം മീനൊക്കെ പ്രത്യേകിച്ച് മീൻ കറികളൊക്കെ വയ്ക്കുന്ന സമയത്ത് അടുപ്പിൽ ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ അത് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു അരമുറി തേങ്ങ തിരികെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുളക് പൊടി ആ കൂട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് അതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ സൈസ് വാളൻ പുളി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം പുളിയുള്ള എന്തെങ്കിലും ഇട്ടാണ്, മാങ്ങ അങ്ങനെ എന്തെങ്കിലും ഇട്ടാണ് വയ്ക്കുന്നതെങ്കിൽ പുളിയുടെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും ഇട്ടല്ല വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം നമുക്കതങ്ങ് അരച്ചെടുക്കാമേ. അപ്പോൾ ഞാൻ അരച്ച് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് ഇത് ഒരു മൺചട്ടിയിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ മീൻ കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് മൺചട്ടിയിൽ വയ്ക്കുന്നത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ അതിൽ വേറെ ഒരു വ്യത്യാസവും ഇല്ല. മൺചട്ടി തയ്ക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മളിനിപ്പം ഗ്യാസിലാണ് വയ്ക്കുന്നതെങ്കിലും മൺചട്ടി വയ്ക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് കലക്കി ബാക്കി മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കലക്കി ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 4-5 പച്ചമുളക് ഞാൻ ഇതേപോലെ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഈ സമയം തന്നെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിലോട്ട് ഇതങ്ങ് വയ്ക്കാം കേട്ടോ. അപ്പം നമ്മൾ ഗ്യാസിലാണ് വയ്ക്കുന്നതെങ്കിൽ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇത് അടച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അടുപ്പിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഞാനിത് അടുപ്പിലോട്ടൊന്ന് വച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ പുകയൊക്കെ ഒന്ന് അടിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടച്ചും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം തീയിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതെടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം പിന്നീട് നമ്മളിത് തവി കൊണ്ടൊന്നും ഇളക്കാനായിട്ട് പാടില്ല. കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പോകാനും പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് തുണി കൊണ്ട് 2 സൈഡും ഒന്ന് പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ കറിയുടെ കൂട്ടിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് നല്ലോണം കറിയായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം, അതായത് ചാറോട് കൂടി കഴിക്കുന്നതാണ് ഇഷ്ടം. ചിലർക്ക് ഒന്ന് വറ്റിച്ച് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ടും അടുപ്പിൽ വയ്ക്കുന്നതും കൊണ്ട് തന്നെ ഞാനൊരു 3/4 വെള്ളം വറ്റുന്ന സമയത്ത് ഞാനത് ഓഫ് ചെയ്യും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മൺചട്ടി ആയതുകൊണ്ട് അടുപ്പിലിരിക്കുന്നതുകൊണ്ട് ആ തീയുടെ ഒരു ചൂട് കൊണ്ട് പിന്നെ അത് കുറച്ചുകൂടെ വറ്റും. അതുകൊണ്ട് ആ സമയം ഞാൻ
അങ്ങ് ഓഫ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതാ ഈ സമയം നമുക്കൊന്ന് അതിൻ്റെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയം അതിലോട്ട് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാമേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ഒരു ഞാൻ പറഞ്ഞില്ലേ, മുക്കാൽ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി വറുത്തെടുത്തതാണ് കേട്ടോ. ഉലുവ നല്ലോണം വറുത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഈ സമയം ഇതിലോട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതാ ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസിലാണെങ്കിൽ 2 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. അടുപ്പിലായതുകൊണ്ട് 2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഇത് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരുവനന്തപുരം സ്റ്റൈൽ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.